ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും നമ്മളോട് പറഞ്ഞാണ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെയാണ്. അപ്പോൾ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതും പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ബ്രേക്ക് ലൈനറിൻ്റെ അല്ല കംപ്ലയിൻറ്റ്. ഓൾറെഡി അതിൻ്റെ കേബിളുകളൊക്കെ ഔട്ടർ വലിഞ്ഞിരിക്കുക. അതാണോ ഇതിവിടെ കേബിൾ വലിയാനായിട്ടുള്ള ഗ്യാപ്പില്ല, ഫുൾ ലോഡായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ച് വണ്ടി നിൽക്കണില്ല, വണ്ടി അതേ ഇതിനകത്ത് തന്നെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് വീലഴിച്ച് ക്ലീനിങ് നടത്തി ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ ഈ കേബിളുകൾ മാറ്റിയിടണം. കേബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2 കേബിൾ വരാം, ബാക്ക് ബ്രേക്കിലേക്ക് 1 കേബിൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3 കേബിൾ മാറിയാലാണ് ബ്രേക്കിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെ നമുക്ക് ഇതേപോലെ അംഗവർ ഈ സൈഡിൽ ഇപ്പോൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞാൽ മെക്കാനിക്സ് പറഞ്ഞിട്ടുണ്ട്, ലൈറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ അതിൻ്റെ ഈ ഫ്രണ്ടിൽ വന്ന ഈ കവറുണ്ടല്ലോ, ഫ്രണ്ടിൽ തന്നെ ഈ വൈറ്റ് കവറിൻ്റെ ഇവിടെ നിന്നൊക്കെ പൊട്ടിപ്പോയേക്കാം. ലൈറ്റിന് അങ്ങനെ വലിയ പ്രശ്നം കാണില്ല. ഇതിൻ്റെ ഇവിടെ ആയാലും മുകളിലത്തെ ഇവിടുത്തെ ലെഗൊക്കെ ഉണ്ടാവും, ഈ ലെഗ് അടന്നു പോയേക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് എന്താ ചെയ്യുന്നത്, തൽക്കാലം നമുക്കതൊന്ന് സെറ്റാക്കാവുന്ന കണ്ടീഷനിൽ ചെയ്യാം. പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല. പിന്നീട് പ്രശ്നം കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് ഈ കവർ ഓർഡർ ചെയ്ത് വരുത്തി മാറ്റേണ്ടി വരും. ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവില്ല, ഫൈബറാണ്. ഫൈബറൈറ്റ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നമുക്ക് സ്റ്റോക്ക് വയ്ക്കില്ല. ആവശ്യം വരുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് എടുക്കലാണ് പതിവ്. അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ സീറ്റ് കവറൂടെ കൂട്ടി കിടക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായല്ലോ, സീറ്റ് കവർ മാറ്റുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ പിന്നെ ബസറിൻ്റെയാണ് കംപ്ലയിൻറ്റ്. ഓയിൽ നമുക്ക് നോക്കുമ്പോൾ ഓയിൽ വലിയ കുഴപ്പം കാണണില്ല കേട്ടോ. അതേപോലെ തന്നെ നമുക്കിത് ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇതിവിടെ അത് ലൂസായി കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ബേസ് ഇവിടെ ഉള്ളിൽ ലൂസായി പോയേക്കാം. അപ്പോൾ അത് അഴിച്ചിട്ട് അതും കൂടി ഒന്ന് ടൈറ്റ് ചെയ്യാൻ കേട്ടോ. അത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.